2024 മഹീന്ദ്ര 2 കാർ ഇറക്കി, BE60, BE90. സോ ഈ 2 കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയേഷനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് ബ്രേക്ക് ത്രൂ ടെക്നോളജികൾ കൊണ്ടുവന്നിട്ടുള്ള കാറായിരുന്നു ഈ 2 കാറുകളും. സോ ഏതൊരാളും വിചാരിക്കുന്ന പോലെ തന്നെ അടുത്ത കാലത്തൊന്നും ഈ പറയുന്ന പോലത്തെ ഈ മഹീന്ദ്രയുടെ ഈ കാറുകളുടെ ഒരു ടെക്നോളജി ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു പുതിയ വണ്ടി വരില്ല എന്നാണ് എല്ലാം വിചാരിച്ചത്. കാരണം ഇതൊരു വലിയൊരു ബെഞ്ച് മാർക്കായിരുന്നു ഈ വണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 2025 ജൂൺ മാസം നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ ഹാരിയർ എന്ന് പറയുന്ന പുതിയൊരു വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, Harrier.EV. ഈ ഒരു വണ്ടിയിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ റീസെൻ്റ്ലി ആയിട്ടുള്ള അതിൻ്റെ ആഡ് കണ്ടിരുന്നു, ടാറ്റ ഹാരിയർ EV ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആഡായിരുന്നു അത്. ആ ഒരു ആഡിനെ പറ്റിയൊരു ഡിസ്കഷനാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. സോ എന്താണ് ടാറ്റ ഹാരിയർ, എന്തുകൊണ്ട് ഈ ടാറ്റ ഹാരിയർ ഇത്ര സ്പെഷ്യാലിറ്റി നിറഞ്ഞ വണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഒട്ടും വേഗം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് ഡേവിഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് ഡേവിഡ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഈ ആഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ മെയിൻലി കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടാറ്റ ഹാരിയർ എന്ന് പറഞ്ഞ EV ഈ ഇത്രയും വലിയൊരു കുന്നിൻ്റെ സ്റ്റീപ്പായിട്ടുള്ള കുന്നിൻ്റെ മുകളിലേക്ക് ഓടിച്ചു കയറുന്ന വീഡിയോ ആണ്. സോ എന്താണ് ഈ ഒരു ഇതിലെ ഒരു വീഡിയോയിലെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുന്നിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ടു 4000 feet ആണ്. 4000 അടി ഉയരത്തിലുള്ള കുന്നിൻ്റെ മുകളിലേക്കാണ് ഈ വണ്ടി ഓടിച്ചു കയറുന്നത്, അതും ഒരു EV കാർ. സോ ഇതിൽ എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു കുന്നിൻ്റെ മുകളിൽ പാറകൾ അതൊക്കെ ആയിട്ട് ഭയങ്കര അൺഈവൻ ആയിട്ടുള്ള സർഫസ് ആണ്. സോ നമുക്ക് വീഡിയോയിൽ തുടക്കത്തിൽ കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഹൈ സ്പീഡിൽ ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു ഹിൽ സ്റ്റേഷനിൽ വണ്ടി ഓടിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന പോലെ ഈ റോക്ക് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ടാറ്റ ഹാരിയറിൻ്റെ പ്രത്യേകതയാണ് മെയിൻലി ആ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാറകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടും ഉറപ്പില്ലാത്ത ഉരുളൻ കല്ലുകളുള്ള പാറകളാണ്. സോ ഒരു സാധാരണ റോക്കിൽ ക്ലൈംബ് ചെയ്യുന്ന പോലെയല്ല ഈ ഒരു ഇൻക്ലൈൻ സർഫസിൽ ഈ പറയുന്ന പോലെ ഉരുണ്ട കല്ലുകളുള്ളതാകുമ്പോൾ ട്രാക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെക്കട്രോണിക്സ് ഇല്ലെങ്കിൽ ഈ വണ്ടി ക്ലൈംബ് ചെയ്ത് കയറി പോകാൻ പറ്റില്ല. ആ ഒരു വീഡിയോയിൽ ഈ വണ്ടി ഓടിച്ച ആളെന്ന് പറയുകയാണെങ്കിൽ മുഹമ്മദ് ഫഹദ് എന്ന് പറയുന്ന ഒരാളാണ് ഈ വണ്ടി ഓടിച്ചത്. പുള്ളിക്കാരൻ്റെ ഒരു RFC ചാമ്പ്യനാണ്. ഈ RFC ചാമ്പ്യൻഷിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് റെയിൻ ഫോറസ്റ്റ് ചാമ്പ്യൻ എന്ന് പറയും. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ ഓടായിട്ടുള്ള സർഫസുള്ള, അതായത് മഡും അല്ലെങ്കിൽ പിന്നെ വലിയൊരു സ്റ്റീപ്പായിട്ടുള്ള ഇറക്കും കുഴികളൊക്കെ ഉള്ള ഓഫ് റോഡിങ് ആ ഒരു ഡ്രൈവ് ചെയ്ത് ഫസ്റ്റ് ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുള്ള ആളാണ് ഈ പറയുന്ന മുഹമ്മദ് ഫഹദ് എന്ന് പറയുന്ന വ്യക്തി. പുള്ളിക്കാരൻ്റെ മലപ്പുറം സ്വദേശിയാണ്. സോ പുള്ളിക്കാരൻ ടാറ്റ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയും വെൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. സോ എല്ലാവരുടെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങൾ ഈ വണ്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ചെയ്ത പോലത്തെ അഭ്യാസങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക. കാരണം പുള്ളിക്കാരൻ ഇതിൽ ഒരു പ്രോ ഓഫ് റോഡ് ഡ്രൈവറാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന പോലത്തെ ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കയറാനുള്ള ധൈര്യം കാര്യങ്ങളൊക്കെ കിട്ടിയത്. സോ ഈ പറയുന്ന പോലെ 2024 ഓഫ് റോഡ് ചാമ്പ്യൻ ആയിരുന്നു പുള്ളിക്കാരൻ. സോ ആളെ ചൂസ് ചെയ്യുമ്പോൾ ടാറ്റ എന്താ വെച്ച് കഴിഞ്ഞാൽ ടാറ്റ ആൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു. പോരാതെ തന്നെ ആളുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് 50 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കവർ വരെ കൊടുത്തിരുന്നു. കാരണം ഈ ഒരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 സൈഡിലും കൊക്കയാണ്. സോ ഒരു തവണ നമുക്ക് ആ പാറ കയറുമ്പോൾ ഒന്ന് പിടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, സ്റ്റീപ്പ് നേരെ കൊക്കയിലേക്ക് പോകുന്ന വണ്ടി. അത്രയും ഡേഞ്ചറസ് ആണ്. അയാളുടെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ് കളിച്ചത്. ഇത് ഒരു കാരണവശാലും ആരും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ആളുടെ ഒരു എന്താ പറയുക, ഒരു സ്വയമായിട്ടുള്ള ചലഞ്ച് പോലെ എടുത്ത വീഡിയോ ആണ്. സോ ഇത് ആരും അനുകരിക്കരുത്. ഈ വീഡിയോയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാം, നമുക്ക് ഈ പാറ തുടക്കത്തിൽ കയറുമ്പോൾ ആദ്യമൊക്കെ ഒരു 20-30 ഡിഗ്രി ചെറിയൊരു കയറ്റമാണെങ്കിൽ ആ കയറ്റത്തിൽ തന്നെ കാണാൻ പറ്റും ഒക്കെ എന്താ പറയുക ഇളകിക്കിടക്കുന്ന പാറകളൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ ആ റോഡിൽ ട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ചലഞ്ചിങ്. അപ്പോൾ ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമൽ മോഡൽ ഈ ഒരു കുന്ന് കയറാൻ തുടങ്ങിയപ്പോൾ വണ്ടി കിടന്ന് വെറുതെ വീല് സ്പിന്നാവുക എന്നല്ലാണ്ട് കയറുന്നില്ല എന്നാണ്. പിന്നെ അയാൾ പ്രോ ഓഫ് റോഡ് എന്നുള്ള മോഡലിൽ കിട്ടും, അതായത് അതിൻ്റെ ഒരു ഹിൽ ക്ലൈമ്പിംഗ് മോഡലിൽ കിട്ടും. അവിടെ നിന്ന് തൊട്ട് വണ്ടി എപ്പിസ് ഓഫ് കേക്ക് പോലെ മെല്ലെ ക്ലൈംബ് ചെയ്ത് കയറി പോവുകയാണ്. സോ അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയാണ് ഈ പറയുന്ന വണ്ടിയിലെ മെക്കട്രോണിക്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെക്കട്രോണിക്സ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോഷ് ഓസ്ട്രേലിയയാണ്. സോ അത്രയും പ്രിസിഷനോടുകൂടി എഞ്ചിനീയർ ചെയ്തിട്ടുള്ള അതിൻ്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ബോഷ് ഓസ്ട്രേലിയയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെക്കട്രോണിക്സ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാർ റോക്സ് അതുപോലത്തെ ഹെവി ആയിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന വണ്ടികളാണ് ഈ പറയുന്നത് ബോഷ് ഓസ്ട്രേലിയ ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ എടുത്ത് കാണാൻ വെച്ചാൽ ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ചെറിയൊരു ഇൻക്ലൈൻ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ ഇൻക്ലൈൻ, തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ഇൻക്ലൈൻ, അതായത് ഒരു 38 to 40 ഡിഗ്രി വരെ ആംഗിളുള്ള അത്രയും സ്റ്റീപ്പ് ആയിട്ടുള്ള ഇൻക്ലൈനുകളാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു, നമ്മൾ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള കയറ്റാണ്. തേർഡ് സ്റ്റേജ് ആണ് എന്നെ ശരിക്കും ഞെട്ടിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിൽ ആ വീഡിയോയിൽ കാണുന്നത് 34 ഡിഗ്രി ആംഗിൾ എന്നാണ്. പക്ഷേ അത് ഓടിച്ചിരിക്കുന്ന ആൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ടേണിംഗ് ഭാഗത്ത് അറൗണ്ട് 38 to 40% ഇൻക്ലൈൻ ഉണ്ട്. അത് ആ വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്നാണ് ആൾ പറയുന്നത്. സോ അത്രയും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം, ആ ഒരു കയറ്റത്തിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അത്രയും വലിയൊരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഈ കാറ് കയറുമ്പോൾ ഡ്രൈവർക്ക് ആ ഒരു പാറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കാണില്ല. ആ ഡ്രൈവറുടെ വ്യൂ എന്ന് പറയുന്നത് സ്കൈയും ആ കാറിൻ്റെ ഹുഡും മാത്രം. പിന്നെ എങ്ങനെ കാർ ക്ലൈംബ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറിൻ്റെ ക്യാമറ അസിസ്റ്റാണ്. സാധാരണ കാറിൽ 360 ഡിഗ്രി ക്യാമറ ആണെങ്കിൽ ഇതിൽ 360 ഡിഗ്രി പ്ലസ് ഇതിൻ്റെ ഷാർക്ക് ഫിൻ ആൻറ്റിനയിൽ ഒരു ക്യാമറ കൂടിയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ഗ്രൗണ്ട് വ്യൂ വരെ കാണാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓഷൻ നമുക്ക് ആ കാറിൽ നിന്ന് കാണാൻ പറ്റും. അതായത് കാറിൻ്റെ ഫ്രണ്ടിൽ എന്താണ്, കാറിൻ്റെ സൈഡിൽ എന്താണ്, കാറിൻ്റെ അണ്ടറിൽ എന്താണ്, കാറിൻ്റെ ബാക്കിൽ എന്താണ് തുടങ്ങിയിട്ടുള്ള ഒരു 360 ഡിഗ്രി പ്ലസ് വ്യൂ ആണ് ഈ ഒരു കാറിൽ കിട്ടുന്നത്. ആ ഒരു മൂന്നാമത്തെ കയറ്റം, അതായത് ഈ പറഞ്ഞ പോലെ ഒരു 30 to 40 ഡിഗ്രി ഇൻക്ലൈൻ ഉള്ള അത്രയും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം, അതെങ്ങനെ കയറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ അതിൽ ബൂസ്റ്റ് മോഡ് ഉണ്ട്. ഈ ബൂസ്റ്റ് മോഡിൽ ഈ വണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് അറൗണ്ട് 500+ ന്യൂട്ടൺ ഓഫ് ടോക്കാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയും ടോർക്ക് ഇതിൻ്റെ 4 വീലിലേക്കും കൊടുക്കുകയാണ്. അതായത് അത്രയും സ്റ്റീപ്പായിട്ടുള്ള ഇൻക്ലൈൻ കയറാൻ വേണ്ടിയിട്ട് അത്രയും ഹെവി ആയിട്ടുള്ള ടോക്കാണ് ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. അതുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടി ഈ ഒരു ട്രാക്ഷൻ പ്രോ എന്ന് പറയുന്ന മോഡിൽ അടിപൊളിയായിട്ട് കയറി പോകുന്നതാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു വണ്ടി ഇത്രയും ഹെവി ടോർക്കിൽ ടോപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ ട്രാക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹില്ല് ഇങ്ങനെ മുകളിലേക്ക് കയറുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റാണ്. അപ്പോൾ ഇത്രയും ടോർക്കി ആയിട്ടുള്ള വണ്ടി കയറ്റത്തേക്ക് കയറുമ്പോൾ ആ ട്രാക്ഷൻ കൺട്രോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ആ കയറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തെറിച്ച് അപ്പുറത്തോട്ട് മറിഞ്ഞു വീഴും. കാരണം അത്രയും ടോർക്കിലാണല്ലോ വണ്ടി കയറി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺസ് ആ വണ്ടി ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ആ വണ്ടീനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ടോപ്പിൽ നിർത്തുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു ഐറ്റത്തിൽ, ഇത്രയും ഹെവി ആയിട്ടുള്ള വണ്ടിയിൽ ഇത്രയും നീറ്റായിട്ട് ട്രാക്ഷൻ കൺട്രോളൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അമേസിങ് വർക്കാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നല്ല വെല്ലായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇതിൻ്റെ എല്ലാ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള, ഇന്ത്യയിൽ നിന്നല്ല ഒരു കാറും കയറാൻ പറ്റാത്ത രീതിയിൽ അത്രയും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഈ ഒരു വണ്ടി കയറിയത്. ഞാൻ ഈ ഇതുപോലത്തെ ആഡുകളൊക്കെ കണ്ടിട്ടുള്ള നോക്കുകയാണെങ്കിൽ റേഞ്ച് റോവറിൻ്റെ ആഡിലൊക്കെയാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളൊക്കെ കയറുന്നത് കണ്ടിട്ടുള്ളത്. കാരണം റേഞ്ച് റോവറിന് വോക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പ് കയറുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അന്നൊക്കെ വലിയൊരു അമ്പരപ്പിക്കുന്ന വലിയൊരു കാഴ്ചയായിരുന്നു. കാരണം പിന്നെ ആ വണ്ടിയിൽ നമുക്ക് ഒരു പറയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 കോടി അടുത്ത് വരുന്ന, റേഞ്ച് റോവറിൻ്റെ വോക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 CR അടുത്ത് വരുന്ന വണ്ടിയാണ്. ഈ ഒരു വണ്ടിയുടെ വില എന്ന് പറയുന്നത് ജസ്റ്റ് 21 lakhs ആണ്. ഈ ഒരു ഇത്രയും പ്രൈസ് പോയിന്റിൽ അത്രയും 1 CRൻ്റെ വണ്ടിയുടെ പെർഫോമൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ റിയലി അമേസിങ്. കാരണം നമുക്ക് എന്താ പറയുക, ഈ ഒരു സെഗ്മെൻറ്റിൽ ഇല്ലാത്ത വലിയൊരു ബെഞ്ച് മാർക്കാണ് ഈ വണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഓഫ് റോഡ് വണ്ടിയില്ല, അതിൽ തന്നെ ഇത്രയും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള, ഇത്രയും ഹൈലി എഞ്ചിനീയർ ആയിട്ടുള്ള, ഹൈലി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു EV ഓഫ് റോഡർ എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഇല്ലാത്ത വണ്ടിയാണ്. ഈ സെഗ്മെൻറ്റിൽ നിന്നല്ല, ഈ ഒരു 50 lakhs റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അതിൽ പോലും കിട്ടാത്തൊരു വണ്ടിയാണ് ഈ പറയുന്ന ടാറ്റ ഹാരിയർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ടാറ്റയുടെ ഒരു വണ്ടികളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരുപാട് എന്താ പറഞ്ഞ പോലെ ഹാഫ് ബേക്ക് ആയിട്ടുള്ള വണ്ടികൾ ഉണ്ടാക്കി വിടുന്നൊരു വണ്ടിയാണ്, ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് ഈ പറയുന്ന പോലെ EVയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ വണ്ടികളിൽ ഉണ്ട്. കാരണം നിലവിലെടുത്തിട്ടുള്ള എക്സിസ്റ്റിംഗ് യൂസേഴ്സിന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടാറ്റയുടെ വണ്ടികളുടെ സർവീസ് മോശമാണ് കാര്യങ്ങളൊക്കെ. അതെല്ലാം ഈ വണ്ടിയിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഈവൻ ദോ കണ്ടത് പ്രകാരം വണ്ടിയുടെ എല്ലാ പെർഫോമൻസും നോക്കുമ്പോൾ റിയലി അമേസിങ്. കാരണം നമുക്ക് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത വേറൊരു ഈ സെഗ്മെൻറ്റിലത്തെ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത പെർഫോമൻസാണ് നമുക്ക് ആ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു വണ്ടി ഇത്രയും ഹൈറ്റിലെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വണ്ടി ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായ ഒരു കാര്യമായിരുന്നു, എങ്ങനെയാണ് ഈ വണ്ടി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറക്കിയതെന്ന്. കാരണം ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കയറുമ്പോൾ ഇറക്കുന്നത് എങ്ങനെയാണെന്നൊരു ഡൗട്ട് ഉണ്ടാവും. കാരണം സ്ലിപ്പ് ആവുമോ അല്ലെങ്കിൽ സ്കിഡ് ആവുമോ എന്നൊക്കെ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഡ്രൈവറുടെ ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹിൽ ഡിസൈൻ മോഡ് ആയിട്ട് ഒരു കംപ്ലീറ്റ് ഇറക്കം, ഒരു ബ്രേക്ക് പോലും ചവിട്ടാതെ ഓട്ടോമാറ്റിക്കലി മെല്ലെ ഇറങ്ങി വന്നു എന്നാണ്. കാരണം അത്രയും പ്രിസിഷനായിട്ട് എഞ്ചിനീയർ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ആ എങ്ങനെയാണോ കയറിയത് അതിനേക്കാൾ സുഖമായിട്ട് ഒരു സ്കിഡ് പോലും ആവാതെ സുഖമായിട്ട് മെല്ലെ ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. സോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ശരിക്കും നേരിട്ടൊന്ന് കാണണം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നെനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഇനി ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ പറയാം, ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്യുന്ന 79 kWh
ബാറ്ററിയാണ്. 637 ഇതിൻ്റെ ARI റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ റിയൽ വേൾഡിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു 510 റേഞ്ചൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അത്രയും റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ഹെവി ആയിട്ടുള്ള വണ്ടിയിൽ അത്രയും റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി അമേസിങ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 79 kW ബാറ്ററി എന്ന് പറയുന്നത് ലൈഫ് ലോങ് വാറണ്ടിയാണ്. നമുക്ക് എല്ലാ വണ്ടികളും നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 വർഷം ഉണ്ടാവും, 8 വർഷം ഉണ്ടാവും, ചിലത് 15 വർഷം വരെയുണ്ട്. MGയുടെ വണ്ടികൾ 15 വർഷം വരെയുണ്ട്. ഈ ഒരു വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് വാറണ്ടിയാണ്. നമുക്ക് മെയിൻലി ഒരു EV കാർ എടുക്കുമ്പോൾ ഒരു കൺസേൺ ആണ് മോട്ടർ പിന്നെയും കേട് വരില്ലെന്ന് നമുക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേട് വരാനൊന്നുമില്ല. ഒരു ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലോങ് ഒരു അത്യാവശ്യം ഒരു 1 ലക്ഷം 2 ലക്ഷം കിലോമീറ്ററൊക്കെ സുഖമായിട്ട് ഓടുന്ന രീതിയിലാണ് ഏതൊരു മോട്ടർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള മോട്ടറുകൾ എന്ന് പറയുന്നത്. മോട്ടറുകളൊന്നും പേടിക്കാനില്ല. എല്ലാവർക്കും ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി ആയിരുന്നു. ബാറ്ററി എന്തുണ്ടാവും, ബാറ്ററി മാറുമ്പോഴുള്ള കോസ്റ്റ് എന്താ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത്. ടാറ്റ ഹാരിയറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ലൈഫ് ലോങ് വാറണ്ടിയാണ്. ബാറ്ററിയെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. അതാണ് ഇതിൻ്റെ മേജറായിട്ട് എടുത്തു പറയേണ്ട ഒരു USP എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 15 മിനിറ്റ് മതി. 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 250 കിലോമീറ്റർ റേഞ്ച്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുകയാണ്, ആ നേരം വണ്ടി ചാർജ് ചെയ്യണം, EV ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള കൺസേൺ ആണ് EVയുടെ ബാറ്ററി പ്രോബ്ലം. അതുപോലെ തന്നെ കൺസേൺ ആണ് EV ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം. പല വണ്ടികളും ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 3 മണിക്കൂർ എടുക്കും. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ പോലും 3 മണിക്കൂർ 2 മണിക്കൂർ 5 മണിക്കൂർ അങ്ങനെയൊക്കെ എടുക്കും. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ എടുക്കും. ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 250 കിലോമീറ്റർ റേഞ്ച്. ചിന്തിക്കാൻ പറ്റും അങ്ങനത്തെ റേഞ്ച് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന വണ്ടിക്ക്. അത്രയും ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും ഹെവി ആയിട്ടുള്ള 125 kW ആണ് ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി. സോ അത്രയും ഹെവി ആയിട്ടുള്ള ചാർജിങ്ങിൻ്റെ ഒരു ഇൻടേക്ക് വരെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം ഈ ടാറ്റയുടെ ചാർജിങ് സിസ്റ്റം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ കാറുകളിലും നോക്കുമ്പോൾ ഭയങ്കര വൈഡ് ആയിട്ട് നെറ്റ്വർക്കാണ്. സോ അവരുടെ തന്നെ എക്സ്ട്രീംലി ഫാസ്റ്റ് ചാർജിങ് ആണ് 125 kW ചാർജിങ്. സോ അത് റീസെൻ്റ്ലി എല്ലായിടത്തും ലോഞ്ച് ചെയ്യാൻ പോകുകയാണെന്നാണ് ടാറ്റ പറയുന്നത്. സോ അങ്ങനെ വരുവാണെങ്കിൽ ഈ പറയുന്ന പോലെ 15 മിനിറ്റിനുള്ളിൽ 250 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി അമേസിങ് അല്ലേ. സോ അതാണ് ഇതിൽ ബാറ്ററിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ വേറെ എടുത്തു പറയുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 10 ഇഞ്ച് മറ്റുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ നിയോ QLED ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് നമ്മൾ LED ഒരു LCD മോണിറ്ററൊക്കെയാണ് നമ്മൾ കാറിലെ മ്യൂസിക് സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത് സാംസങ്ങുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള നിയോ QLED ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോ അതിൻ്റെ വിഷ്വൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും. പിന്നെ ടാറ്റ ഹാരിയറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ തന്നെ ഒരു വോയിസ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് OTT ആപ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് അവരുടെ. അതുമാത്രമല്ല Disney+, Hotstar, Amazon Prime, പിന്നെ ഗെയിമുകൾ സപ്പോർട്ട് ചെയ്യും, അങ്ങനത്തെ ഒരുപാട് യൂട്യൂബ് സപ്പോർട്ട് ചെയ്യും, അങ്ങനെ ഒരുപാട് OTT ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആണ് അവരുടെ. സോ ആ ഒരു ഇൻ്റർഫേസും ഈ പറയുന്ന പോലെ നിയോ QLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അമേസിങ് ഫീൽ ആയിരിക്കും. പിന്നെ ഇതിൽ വേറൊരു എടുത്തു പറയേണ്ട ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ സിസ്റ്റമാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു JBLൻ്റെ Dolby Atmos ഓഡിയോ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. സോ സൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അത്രയും ഹെവി ആയിട്ടുള്ള സൗണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം തന്നെ കൊടുത്തിരിക്കുന്നത്. സോ JBLൻ്റെ ബ്ലാക്ക് സീരീസിൽ വരുന്ന ഒരു ഓഡിയോ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ, ഡോൾബിൻ്റെ, JBLൻ്റെ, സോ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ ഭയങ്കര പൈനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഫീച്ചർ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ IRVM ആണ്. ഇതൊരു IRVM ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ വണ്ടിയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അതിൽ പറയുന്ന പോലെ നമ്മൾ കണ്ടിട്ടുള്ള നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു എമർജൻസി കോളിംഗുള്ള ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓട്ടോ ഡിമ്മിങ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് മിററിൽ നമ്മൾ കണ്ടിട്ടുള്ള ടെക്നോളജി. അതായത് കമ്പനി കൊടുക്കുന്ന ടെക്നോളജി മാക്സിമം ഇത്രേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രോണിക് IRVM ആണ്. അതായത് അതിൽ നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ സ്പോയിലറിൽ റിയർ ആയിട്ടുള്ള ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയിൽ ഒരു ക്യാമറ ഉണ്ടെന്ന്. സോ നമുക്ക് റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും റിയർ വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ IRVMൽ ആ ഒരു ക്യാമറയിലുള്ള HD ഫൂട്ടേജ് നമുക്ക് കിട്ടും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് നമ്മുടെ റിയർ ക്യാമറയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ടയറിന് മുകളിൽ ചെളി തെറിച്ച് ആ ക്യാമറയിൽ എപ്പോഴും ഡസ്റ്റ് ആയിരിക്കും, ചെളിയായിരിക്കും. സോ വണ്ടി ഓടിക്കുന്ന സമയത്ത് റിയർ ഫൂട്ടേജ് നോക്കുമ്പോൾ ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഡസ്റ്റ് ആയിട്ടുള്ള ഫൂട്ടേജ് ആയിരിക്കും കിട്ടുക. പക്ഷേ ഇതിൻ്റെ ആ ക്യാമറ എന്ന് പറയുന്നത് ഷാർക്ക് ഫിൻ ആൻറ്റിനകളായതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന പോലെ പൊടി ചെളികളൊന്നും ഈ വണ്ടി ഓടിക്കുമ്പോഴുള്ള ചെടികൾ, റോഡിലെ ചെടികളൊന്നും അതിലേക്ക് ആവാത്തതുകൊണ്ട് തന്നെ എപ്പോഴും HD ഫൂട്ടേജ് ആയിരിക്കും അതിന് കിട്ടുക. ആ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ കാറിലുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കാർ വ്യൂ ഒക്കെ കിട്ടുന്നത്. ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം റേഞ്ച് റോവറിലെ കാറിൽ വരുന്ന ഫീച്ചേഴ്സാണ്. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള 1 year അടുത്ത് വരുന്ന കാറിൽ വരുന്ന ഫീച്ചേഴ്സാണ് ഈ ഒരു 20 lakhs വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്.
കാണിക്കുന്നത്. സോ ഇതെല്ലാം എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ് റൂൾ ചെയ്യാൻ പോകുന്ന വണ്ടിയാണ് ടാറ്റ ഹാരിയർ എന്നാണ്. പിന്നെ ഇതിന്റെ ക്യാബിൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ എക്സ്ട്രീംലി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും എല്ലാം കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എയറി ആയിട്ടുള്ളൊരു ഓപ്പൺ ഫീൽ ആയിട്ടുള്ള ക്യാബിനാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ പാനോറാമിക് സൺറൂഫ് ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ലക്ഷറിയസ് ആയിട്ടുള്ള കാറാണത്. സോ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വണ്ടിയിൽ എനിക്ക് തോന്നിയ ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ് ലീഡ് ചെയ്യാൻ പോകുന്ന വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വണ്ടിയെ പറ്റി ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഷോർട്ടായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ എടുത്ത് കാണാം. അതിരിക്കും ദിസ് വീഡിയോ സൈനിങ് ഓഫ്. ബൈ.